ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ് ശ്രീമദ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനായി അർജുനൻ വന്നു നിൽക്കുകയാണ്. രണ്ടു സേനകളും യുദ്ധത്തിന് തയ്യാറായി. ഒരു പക്ഷം കൗരവരും മറുപക്ഷം പാണ്ഡവരും. അർജുനൻ്റെ തേരു തെളിക്കുന്ന തേരാളിയാണ് അർജുനൻ്റെ ഉറ്റമിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ മാത്രമേ അർജുനൻ്റെ കൂടെയുള്ളൂ. ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും. പക്ഷേ ഭഗവാന്റെ സൈന്യങ്ങളെല്ലാം തന്നെ ദുര്യോധനൻ്റെ കൂടെയാണ്. അങ്ങനെ യുദ്ധത്തിന് രണ്ടു കൂട്ടരും തയ്യാറായി. രണ്ടു കൂട്ടത്തിലുള്ള മഹാരഥന്മാർ അവരുടെ ശംഖുകൾ മുഴക്കി. അങ്ങനെ യുദ്ധത്തിന് തയ്യാറാകുന്നു. ആ സമയത്താണ് അർജുനന് ഒരു തോന്നലുണ്ടാകുന്നത്. അതായത് ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നത്, ആരോടൊക്കെ താൻ യുദ്ധം ചെയ്യണം, അതുകൂടാതെ തൻ്റെ ഭാഗത്ത് നിന്ന് തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനായി ആരൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് കാണണം, അറിയണം എന്നുള്ള തോന്നൽ അർജുനന് ഉണ്ടാവുകയും അതനുസരിച്ചിട്ട് രണ്ട് സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തൂ കേശവ എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. അതനുസരിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തുന്നു. ആ സമയത്താണ് അർജുനന് മനസ്സിലാകുന്നത് തന്നോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നത് ആരൊക്കെയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ പിതാമഹൻ, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സുഹൃത്തുക്കൾ, അതുകൂടാതെ തൻ്റെ പക്ഷത്ത് തന്നോട് ചേർന്ന് നിൽക്കുന്നവരും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. യുദ്ധം എന്നത് സർവനാശമാണ്. രണ്ടു പക്ഷത്തുള്ള ആളുകളും ഒരു യുദ്ധമുണ്ടായാൽ മരണപ്പെടും. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം, അതായത് ബന്ധുക്കൾ തമ്മിലുള്ള ഒരു യുദ്ധം, അത് നല്ലതല്ല. അങ്ങനെ യുദ്ധം ചെയ്താൽ അത് അകീർത്തികരമാകും, തൻ്റെ കീർത്തിക്ക് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് ഭൂമിയും വേണ്ട, സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല കേശവ, എൻ്റെ ശരീരം തളരുന്നു എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ അർജുനൻ തളർന്നിരിക്കുന്നു. ഞാൻ വനവാസത്തിന് പോവുകയാണ്, എനിക്കൊന്നും വേണ്ട എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. ഉടൻ തന്നെ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അർജുന? തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടി ഒളിക്കുന്നവൻ ധീരനല്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു നോക്കുന്നു. എന്നിട്ടും അർജുനൻ്റെ ആ ഒരു ഹൃദയഭാരം കുറയുന്നില്ല. അവസാനം അർജുനൻ തന്നെ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കേശവ, എനിക്ക് എൻ്റെ ബുദ്ധി നേരെ നിൽക്കുന്നില്ല, എൻ്റെ മനസ്സ് ഉറയ്ക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വഴി അതങ്ങ് കാണിച്ചു തരണം, ശരിയായ ബുദ്ധി അങ്ങെനിക്ക് ഉപദേശിച്ചു തരണം എന്ന് അർജുനൻ പറയുന്നുണ്ട് ഭഗവാനോട്. അതായത് എനിക്ക് ഉപദേശിച്ചു നൽകൂ എന്ന് അർജുനൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ലോകത്തിന് വെളിച്ചം പകരുന്ന ആ മഹത്തായ അറിവുകളാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗീതാ ജയന്തി ഉടൻ തന്നെ വരുന്നുണ്ട്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നു. ആദ്യത്തെ അധ്യായങ്ങളിൽ ഭഗവാൻ ആത്മാവിനെ പറ്റിയും മനുഷ്യൻ്റെ ശരീരത്തെ പറ്റിയും ജനന മരണങ്ങളെ പറ്റിയും കർമ്മഫലങ്ങളെ പറ്റിയുമൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നാൽ മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കർമ്മം അതെങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അവനവൻ്റെ കർമ്മത്തെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് കർമ്മയോഗം. ഈ കർമ്മയോഗത്തിലെ 14 ശ്ലോകങ്ങൾ, ആദ്യത്തെ 14 ശ്ലോകങ്ങൾ അർത്ഥം സഹിതം നമ്മൾ ഇതുവരെ പഠിച്ചു. 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു, കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് നീ അറിയുക. ബ്രഹ്മം നാശമില്ലാത്തതും എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നതുമാകുന്നു അർജുന. ബ്രഹ്മം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇതാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുത്ഭവം തസ്മാത് സർവകദം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇവിടെ 14ാമത്തെയും 15ാമത്തെയും ശ്ലോകം ചേർത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും കർമ്മം അത് ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം എന്ന വാക്കിന് വേദം എന്ന ഒരു അർത്ഥവും പറയുന്നുണ്ട്. അതുകൂടാതെ സാക്ഷാൽ പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ ബ്രഹ്മം നശിക്കുന്നില്ല, അതുമാത്രമല്ല എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നുമുണ്ട്. ബ്രഹ്മം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അതായത് യജ്ഞം എന്താണ് എന്ന് മുമ്പ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. എന്താണ് യജ്ഞം? കർമ്മവാസന കൂടാതെ അനുഷ്ഠിക്കുന്ന നമ്മുടെ കർമ്മങ്ങളാണ്. അതായത് ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും യജ്ഞമായി കണക്കാക്കും. അതായത് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹത്താൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അർച്ചനകൾ യജ്ഞങ്ങളായി കണക്കാക്കും. ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് യജ്ഞമായി കണക്കാക്കും. അങ്ങനെയുള്ള ആ യജ്ഞത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ ശ്ലോകത്തിൻ്റെയും അടിസ്ഥാന തത്വം ഫലം ഇച്ഛിക്കാതെ നമ്മുടെ കർമ്മങ്ങൾ യജ്ഞരൂപത്തിൽ ചെയ്യുക. നമ്മുടെ ആ കർമ്മങ്ങളെല്ലാം എന്തു തന്നെയാണ്? സാക്ഷാൽ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും ഫലം ഇച്ഛിക്കാതെ നമ്മൾ എല്ലാ ജോലികളും ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ ജോലികളെല്ലാം തന്നെ എന്താണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ജോലി അത് എൻ്റെ ഈശ്വരനാണ്. കാരണം ആ ജോലിയാണ് നമുക്ക് എന്തു ചെയ്യുന്നത്? അന്നം നൽകുന്നത്, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നമുക്ക് നൽകുന്നത്, നമ്മളെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അത് ഈശ്വരൻ തന്നെയാണ് എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ത്യാഗമനോഭാവത്തോടു കൂടി എല്ലാം ഈശ്വരന് വേണ്ടി അർപ്പിക്കുന്ന അർച്ചനകളാണ് എന്ന് കരുതി നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഭഗവാൻ നൽകും. പലരും
അവർക്ക് കിട്ടിയ ജോലി അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ തോന്നിയവാസം അലസമായി അതിനെ സമീപിക്കുകയും ഒരു നിന്ദയോടുകൂടി സമീപിക്കുകയും വേണ്ട വിധത്തിൽ ജോലി ചെയ്യാതെയും ഇരിക്കുമ്പോൾ ആ ജോലിയിൽ അവർക്ക് നാശമുണ്ടാകുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങും. കുറച്ചങ്ങോട്ട് കഴിയുമ്പം അതിൽ നിന്നും ലഭിക്കുന്ന മഹാലക്ഷ്മിയെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നിന്ദയോടുകൂടി ആ ധനം നമ്മൾ കൈകാര്യം ചെയ്യും. ചിലപ്പോൾ ചില ആളുകൾ ആ വ്യവസായ സ്ഥാപനത്തിൽ, ആ ബിസിനസ് സ്ഥാപനത്തിൽ, ചിലപ്പോൾ ഒരു കടയായിരിക്കും, ആ കടയിൽ വെച്ച് മദ്യപാനം ചെയ്യും. ചിലപ്പോൾ അനാവശ്യ പ്രവർത്തനങ്ങൾ ആ കടയിൽ വെച്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കച്ചവടം അങ്ങ് പൂട്ടിപ്പോകും. അവർ ചെയ്യുന്ന ആ തൊഴിൽ നശിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ കാര്യങ്ങളും. അവരവർക്ക് വന്നു ചേർന്നിരിക്കുന്ന അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഈശ്വരനാണ് എന്ന് കണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അത് ഈശ്വരൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് കണ്ട് ബഹുമാനത്തോടു കൂടി ആ പ്രവൃത്തി വേണ്ട വിധത്തിൽ ശുദ്ധിയായും വൃത്തിയായും നല്ല മനസ്സോടുകൂടിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി, ആ ഒരു ജോലി നമ്മളെ വിട്ട് പോകും. അവിടെ ഭഗവാൻ നിൽക്കില്ല, മഹാലക്ഷ്മി നിൽക്കില്ല. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത് കർമ്മം അത് ഈശ്വരൻ തന്നെയാണ്. നീ ചെയ്യുന്ന ജോലി ഞാൻ തന്നെയാണ്. അതായത് ഫലം ഇച്ഛിക്കാതെ നീ നിന്റെ ജോലികൾ അത് യജ്ഞരൂപത്തിൽ ചെയ്യുക. ആ യജ്ഞത്തിൽ ഞാനുണ്ടാകും. അതുകൊണ്ട് അല്ലയോ അർജുന, നീ യാതൊരു കാരണവശാലും വിഷമിക്കണ്ട, നീ നിന്റെ ജോലി ചെയ്യുക. ഇതാണ് ഭഗവാൻ നമ്മളോടും പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരനായി കരുതി ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനും മഹാലക്ഷ്മിയും പടി ഇറങ്ങുക തന്നെ ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.